നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. Flexi extension cord. Flexi Electronics and Home Appliances. Flexi. Life easy. കരിപ്പൂർ സംഘർഷത്തിൽ ജവാൻ വെടിയേറ്റ് വീഴുന്നതിന്റെ ദൃശ്യം പുറത്ത്. വെടിയുതിർന്നത് CISF ഭടന്റെ കയ്യിൽ നിന്ന് തന്നെയെന്ന് ഫോറൻസിക് ഫലം. 8 ഉദ്യോഗസ്ഥരെ നരഹത്യാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. നിരപരാധികളെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. ബാർഗോഴ കേസിൽ KM മാണിക്കെതിരെ കുറ്റപത്രമില്ല. കേസ് നിലനിൽക്കില്ലെന്ന നിയമോപദേശം വിജിലൻസ് അംഗീകരിച്ചു. അന്വേഷണ റിപ്പോർട്ട് ഉടൻ കോടതിയിൽ നൽകും. വിജിലൻസിനെ സ്വതന്ത്ര സംവിധാനമാക്കണമെന്ന് ഹൈക്കോടതി നിരീക്ഷണം. PC ജോർജിനെ കേരള കോൺഗ്രസ് എം പുറത്താക്കും. തീരുമാനം ഞായറാഴ്ച സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ. ജോർജിനെ നിലനിർത്താൻ കഴിയില്ലെന്ന് ആന്റണി രാജു. സന്തോഷമെന്ന് PC യുടെ തീരുമാനം നോക്കി നിലപാടെന്ന് കോടിയേരി. UDF-കാർ അല്ലാത്തവരിൽ നിന്ന് വെള്ളം പോലും വാങ്ങി കുടിക്കരുതെന്ന് ശബരിനാഥനോടും അമ്മ സുലേഖ. M. വിജയകുമാർ വഞ്ചനയിലൂടെ ജയിച്ച് ചരിത്രമുള്ളയാൾ. അപവാദത്തെ ഭയക്കണം. സുലേഖ അങ്ങനെ പറയുമെന്ന് കരുതുന്നില്ലെന്ന് M. വിജയകുമാർ. കോപ്പ അമേരിക്കയോട് ആവേശത്തിൽ അലിഞ്ഞ് ഫുട്ബോൾ ലോകം. ഇന്ന് മെക്സിക്കോ ബൊളീവിയ പോരാട്ടം. ഉദ്ഘാടന മത്സരത്തിൽ ഇക്വഡോറിനെതിരെ ചിലിക്ക് 2 ഗോൾ വിജയം. ബാർഗോഴ കേസിൽ ധനമന്ത്രി KM മാണിക്കെതിരെ കുറ്റപത്രം വേണ്ടെന്ന് വിജിലൻസ് ADGP-യുടെ റിപ്പോർട്ട്. KM മാണിക്കെതിരെ തെളിവുണ്ടെന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് വിജിലൻസ് ADGP തള്ളി. കേസ് നിലനിൽക്കില്ലെന്ന വിജിലൻസ് അഡ്വൈസറുടെ നിയമോപദേശം ADGP അംഗീകരിക്കുകയും ചെയ്തു. ADGP-യുടെ റിപ്പോർട്ട് പരിശോധിച്ച് വിജിലൻസ് ഡയറക്ടർ കോടതിയിൽ ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും. ബാർക്കോഴ കേസിൽ KM മാണിക്കെതിരെ തെളിവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അന്വേഷണ ഉദ്യോഗസ്ഥനായ R. സുകേശൻ സമർപ്പിച്ച റിപ്പോർട്ട് തള്ളിയാണ് കുറ്റപത്രം വേണ്ടെന്ന റിപ്പോർട്ട് ADGP തയ്യാറാക്കിയത്. KM മാണിക്കെതിരെ മതിയായ തെളിവുകളിൽ നിന്ന് ലീഗൽ അഡ്വൈസർ CC അഗസ്റ്റിന്റെ നിയമോപദേശം ADGP അംഗീകരിച്ചു. മതിയായ തെളിവുകളുടെ അഭാവത്തിൽ കേസ് നിലനിൽക്കില്ലെന്നാണ് ADGP-യുടെ കണ്ടെത്തൽ. ഈ സാഹചര്യത്തിൽ കേസന്വേഷണം അവസാനിപ്പിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകാം. ADGP ഷെയ്ഖ് ദർവേസ് സാഹിബ് വിജിലൻസ് ഡയറക്ടർ വിൻസെന്റ് പോളിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് വിജിലൻസ് ഡയറക്ടറാണ്. ADGP-യുടെ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ അംഗീകരിക്കുമെന്നാണ് സൂചന. അടുത്ത ദിവസങ്ങളിൽ തന്നെ അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചേക്കും. KM മാണി കോഴ വാങ്ങിയെന്ന സാക്ഷിമൊഴിയുണ്ടെന്നും സാഹചര്യ തെളിവുകൾ KM മാണിക്ക് എതിരാണെന്നുമായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട്. എന്നാൽ ബിജു രമേശിന്റെ ഡ്രൈവറുടെ മൊഴിയെ വിശ്വാസത്തിലെടുത്ത കുറ്റപത്രം തയ്യാറാക്കിയാൽ കോടതിയിൽ നിലനിൽക്കില്ലെന്ന് വിജിലൻസ് ലീഗൽ അഡ്വൈസർ നിയമോപദേശവും നൽകി. ഇതിൽ നിയമോപദേശം സ്വീകരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനെ തള്ളാനാണ് വിജിലൻസിന്റെ നീക്കം. വിജിലൻസ് ഡയറക്ടർ സമർപ്പിക്കുന്ന റിപ്പോർട്ട് സ്വീകരിക്കണമോ എന്ന് വിജിലൻസ് കോടതിയാണ് പിന്നീട് തീരുമാനിക്കുക. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം പരാതിക്കാരൻ ബിജു രമേശ്, അഡ്വക്കേറ്റ് ഉദയഭാനു, ആന്റണി രാജു, ജേക്കബ് ജോർജ്, ജോസഫ് വാഴക്കൻ, ഡോക്ടർ TM തോമസ് ഐസക് എന്നിവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ആദ്യം ഡോക്ടർ ബിജു രമേശ്, എന്തുകൊണ്ട് ഈ അവസ്ഥയുണ്ടായി എന്നാണ് താങ്കൾ പരിശോധിക്കുന്നത്? ഈ അവസ്ഥ ഉണ്ടായത് അരീക്കര ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട അട്ടിമറിയാവാം, അല്ലെങ്കിൽ ശ്രീ K. ബാബുവിൻ്റെ പേര് പറഞ്ഞതിൻ്റെ ബന്ധപ്പെട്ട് രണ്ടുപേരെയും സംരക്ഷിക്കുന്ന നിലപാടെടുത്തതാവാം. നിയമപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുമല്ലോ. ഈ കേസ് ഒരു താങ്കൾ ഉന്നയിച്ച ഘട്ടത്തിൽ തന്നെ വൈക്കം വിശ്വനും VS സുനിൽകുമാർ MLA-യും കോടതിയിൽ പോയിരുന്നു. അപ്പോൾ സർക്കാരിൻ്റെ ഉപദേശങ്ങളൊന്നും നോക്കണ്ട, നിങ്ങൾ സ്വതന്ത്രമായി അന്വേഷിച്ചാൽ മതി എന്ന് ആ ഘട്ടത്തിൽ തന്നെ നിർദ്ദേശം നൽകി. പിന്നീട് വീണ്ടും VS സുനിൽകുമാർ MLA കോടതിയിൽ പോയപ്പോൾ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം ഇടപെടാം, നിയമപരമായി മാത്രമേ അന്വേഷണം മുന്നോട്ട് പോകാനാകൂ എന്ന് അപ്പോഴും കോടതി പറഞ്ഞു. ഇത് ഇനിയിപ്പോൾ വിജിലൻസ് കോടതി ഈ റിപ്പോർട്ട് പരിശോധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും ഇനി അഥവാ തെറ്റായ വിധത്തിലാണ് സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളതെങ്കിൽ ശകാരം തന്നെ കേൾക്കേണ്ടി വരും. അങ്ങനെ നിയമപരമായി പോകേണ്ട ഒരിടത്ത് നിയമപരമായ സാധ്യതകൾ ഉണ്ടായിട്ട് കൂടി രാഷ്ട്രീയമായി ഈ റിപ്പോർട്ട് വളച്ചൊടിക്കാൻ സർക്കാരിന് കഴിയുമോ ഇന്നത്തെ അവസ്ഥയിൽ? എന്തും ചെയ്യും. അതാണ് ഈ സർക്കാരിൻ്റെ അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി എന്ത് മാർഗവും ഏത് മാർഗവും. അതിൻ്റെ ഉദാഹരണത്തിനാണ് ഞങ്ങളുടെ കൂടെ നിന്ന ആൾക്കാരെ തന്നെ ഏത് രീതിയിൽ സമ്മർദ്ദം ചെലുത്തി സാക്ഷികളെ മാറ്റിപ്പിടിച്ചത്. ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ പറയാമല്ലോ, ഇതിൻ്റെ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയ രാജ്മോഹൻ എന്ന് പറയുന്ന ഒരു SP-യുടെ നേതൃത്വത്തിൽ നടത്തി. അത് കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്ന് ക്വിക്ക് വെരിഫിക്കേഷനിൽ ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ മാണി സാറിനെതിരെ FIR രജിസ്റ്റർ ഇട്ടത്. FIR ഈ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഒരു മന്ത്രിക്കെതിരെ പോലും FIR ഇട്ടിട്ടില്ല. മാണി സാറിനെതിരെ FIR ഇടുകയും ഒരു SP-യും 4 DYSP 10 സർക്കിൾ ഇൻസ്പെക്ടർമാരും ചേർന്ന് വളരെ വിശദമായി അന്വേഷിച്ച് 400-ഓളം പേരുടെ മൊഴികളെടുത്ത് അതിൽ നിരവധി തെളിവുകൾ അവർക്ക് കിട്ടിയതിന് ശേഷമാണ് അവർ ഈ കേസ് ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് DGP-ക്ക് സമർപ്പിച്ചത്. പിന്നെ അതിന് തെളിവില്ല എന്നവർ എന്തടിസ്ഥാനത്തിൽ പറയുന്നു? അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് ആവശ്യത്തിൽ കൂടുതൽ തെളിവുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്.
ബിജു രമേശ് അതുകൊണ്ട് എന്ത് തന്നെ ഈ തെളിവ് കേസ് എന്നത് സംബന്ധിച്ച് 2 നമുക്കൊരു വ്യക്തത ദിവസത്തിനുള്ളിൽ വരുത്തേണ്ടതില്ലേ? ഇപ്പൊ താങ്കൾ പറയുന്നുണ്ടാവുക പണം അന്വേഷ- കൊണ്ടുകൊടുത്ത കൂട്ടത്തിലുണ്ടായിരുന്ന അമ്പിളിയുടെ നുണപരിശോധനാ ഫലം, മൊബൈൽ ടവർ, ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിൻ്റെ ഗാർഡ് റൂമിലെ രജിസ്റ്റർ, അതൊക്കെ തന്നെയും വേണമെങ്കിൽ ഇപ്പോൾ സ്വാഭാവികമായും ഒരാൾക്കെതിരെ കേസ് ഫ്രെയിം ചെയ്യണം എന്ന് വിചാരിക്കുക. ഇതെല്ലാം ഉണ്ടാകും. ഇപ്പോൾ ഞാൻ പോകുന്നു, എൻ്റെ കാർ അതിനകത്തുകൂടെ പ്രവേശിച്ചിട്ടുണ്ട്, എൻ്റെ മൊബൈൽ ടവർ അവിടെയുണ്ട്, രജിസ്റ്ററിൽ എൻ്റെ പേരുണ്ട്. ഇതൊക്കെ ആർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ സഹപ്രവർത്തകരായ ആളുകളാണ് പണം കൊടുത്തത് എന്ന് നിങ്ങൾ പറയുകയും അവരതെല്ലാം നിഷേധിക്കുകയും ചെയ്യുന്നു. പിന്നീട് സംഘടനാപരമായി നിങ്ങൾ തീരുമാനിക്കുന്നു ഒന്നിച്ചിരുന്ന് നിങ്ങളൊക്കെ ഒന്നിച്ചു പോകാൻ. എന്നിട്ട് പോലും അവർ പറയുന്നു ഞങ്ങൾ പഴയ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന്. അപ്പോൾ നിങ്ങൾക്കിടയിൽ തന്നെ അക്കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. നിങ്ങളിൽ തന്നെ പലരും പറയുന്നു നിങ്ങൾ പറയുന്നത് പൂർണ്ണമായും അസത്യമാണെന്ന്. പിന്നെ എങ്ങനെ എന്ത് തെളിവിനെ കുറിച്ചാണ് ഈ പറയുന്നത്? ഇവരൊക്കെ തന്നെ പൈസ കൊടുത്തു എന്ന് സംസാരിക്കുന്ന വോയിസ് പറയുന്ന കാര്യങ്ങൾ സംസാരിക്കുന്ന സംഭാഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് വിജിലൻസ് ഫോറൻസിക്കിനെ അയച്ച് പരിശോധിക്കുകയും അവരുടെ തന്നെ ശബ്ദമാണെന്ന് തെളിയുകയും ചെയ്തിട്ടുണ്ട്. അതിലുള്ള സംഭാഷണങ്ങൾ അവരുടെ തന്നെയാണെന്ന് അവരും തർക്കിച്ചിട്ടില്ല, അവരും അത് സമ്മതിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ സംഭാഷണം തന്നെയാണെന്ന്. മൊഴിയിൽ മാത്രമാണ് അവർ മാറ്റി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോടതിയിൽ വരുമ്പോൾ ഇവരുടെ ശബ്ദങ്ങളും റെക്കോർഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള സാധനങ്ങളും സെക്കൻഡറി എവിഡൻസ് ആയിട്ട് തീർച്ചയായിട്ടും എടുക്കാൻ കഴിയുമെന്നാണ് താങ്കളുടെ വാദം. അഡ്വക്കേറ്റ് ഉദയഭാനു, ഇപ്പോൾ നമുക്ക് എ ഡി ജി പിയുടെ റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ വിജിലൻസ് ഈ നിലയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്ന നിലയിൽ അവതരിപ്പിക്കുന്നത്. സ്വാഭാവികമായും അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു നിഗമനത്തിലെത്തുന്നു. അവിടെ നിയമോപദേശകൻ കടന്നു വരുന്നു. നിയമോപദേശകൻ പറയുന്നു ഇത് കുറ്റപത്രം നൽകാൻ മാത്രമുള്ള തെളിവുകളില്ല, കുറച്ചുകൂടി തെളിവുകൾ ആവശ്യമാണ് എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദർവേഷ് സാഹിബ് ഇതാണ് ശരി, അല്ലെങ്കിൽ നിയമോപദേശകൻ പറയുന്ന വിധത്തിൽ കുറ്റപത്രം നൽകേണ്ടതില്ല എന്ന നിഗമനത്തിലെത്തിയിരിക്കുന്നത്. ഇനി ഡയറക്ടർ വിൻസെൻ്റ് എം പോളിനെ പോലുള്ള ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ അവിടെയുണ്ട്. ആ ഉദ്യോഗസ്ഥനാണ് ഇത് കോടതിയിൽ കൊണ്ടുകൊടുക്കേണ്ടത്. ഒരു ഘട്ടം കൂടി ബാക്കിയുണ്ട് എന്നതിനാൽ ഇക്കാര്യത്തിൽ എല്ലാം അവസാനിച്ചു, അല്ലെങ്കിൽ ബിജു രമേശ് പറയുന്നത് പോലെ എല്ലാം അവസാനിച്ചു എന്ന് കരുതാമോ? വെച്ച് പുലർത്താനായിട്ടുള്ള സാഹചര്യങ്ങൾ നിലവിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് എന്തുകൊണ്ടെന്നാൽ നിലവിൽ ഈ ഇത്തരം നിയമോപദേശം, ആ നിയമോപദേശത്തിന് ശേഷമുള്ള പിന്നീടുള്ള സമർപ്പണം, ആ സമർപ്പണത്തിന് ശേഷം ഉള്ള കണ്ടെത്തലുകൾ, ഇതൊന്നും നിയമത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല, വിജിലൻസ് മാനുവലിൽ മാത്രമേ ഉള്ളൂ. വിജിലൻസ് മാനുവൽ എന്ന് പറഞ്ഞാൽ പൊതു നിയമത്തിൻ്റെ, അതായത് CRPCയുടെ ആ പൊതു നിയമത്തിൻ്റെ സാധുതയുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ വിജിലൻസ് മാനുവൽ നിയമമേ അല്ല, അത് സ്വീകരിക്കപ്പെടേണ്ടതില്ല. പക്ഷെ ഒരു നടപടിക്രമം എന്ന നിലയിൽ വിജിലൻസ് സ്വീകരിച്ചു പോരുന്ന, വർഷങ്ങളായിട്ട് സ്വീകരിച്ചു പോരുന്ന ഒരു സമീപനം എന്ന നിലയിൽ അതെല്ലാം ഒരു പാലിക്കപ്പെടേണ്ട ചില ചട്ടങ്ങളാണ്. അതനുസരിച്ച് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഈ റിപ്പോർട്ട് അത് ശ്രീ വിൻസെൻ്റ് എം പോളിൻ്റെ അടുത്ത് വരുമ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് സമാനമായിട്ടുള്ള ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും ഏതെല്ലാം തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ അതിന് അദ്ദേഹത്തിന് മേലുണ്ടെങ്കിൽ പോലും നിയമപരമായി മാത്രം അദ്ദേഹം ആ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നാളിതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിനുള്ള സൽപ്പേരുമെല്ലാം പരിശോധിക്കുമ്പോൾ ഒരിക്കലും ഒരു തൽപര കക്ഷിക്ക് വേണ്ടിയിട്ട് പെരുമാറാതെ തീർച്ചയായിട്ടും നിയമത്തിന് വിധേയമായി അനുകൂലമായി വന്നിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സാക്ഷിമൊഴികളും രേഖകളും പരിശോധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനത്തിലെടുക്കും. അപ്രകാരം ഒരു തീരുമാനം എത്തിച്ചേരുന്നത് ശ്രീ മാണി കുറ്റക്കാരനാണ് എന്നുള്ള നിഗമനത്തിലായിരിക്കും എന്നതാണ് നമുക്ക് വരുന്നത്. കേരള കോൺഗ്രസ് എം ജനറൽ സെക്രട്ടറി ആന്റണി രാജു നമ്മോടൊപ്പം. ആന്റണി രാജു, അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിഗമനമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കണ്ടെത്തലല്ല, നിയമോപദേശകന്റെ വ്യാഖ്യാനമാണ് ADGP സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് വാർത്ത. അങ്ങനെ ഉണ്ടോ നമ്മുടെ നാട്ടിലൊരു നിയമം? അല്ല, ഞാൻ അഡ്വക്കേറ്റ് ഉദയഭാനു സാറ് ബിജു രമേശിന്റെ അഭിഭാഷകൻ കൂടിയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അങ്ങനെ തന്നെ പറയാൻ കഴിയും. ഞാൻ ഇവിടെ നമുക്ക് നികേഷ്, ഒരു സത്യമുണ്ടല്ലോ, ഇവിടെ ശ്രീ സുകേശൻ എന്ത് അന്വേഷണ റിപ്പോർട്ട് എഴുതിയാലും, ശ്രീ അഗസ്റ്റിൻ എന്ത് നിയമോപദേശം കൊടുത്താലും, ADGP എന്ത് എഴുതി വെച്ചാലും, ശ്രീ വിൻസെൻ്റ് എം പോൾ എന്ത് എഴുതി കൊടുത്താലും അവസാനം ഇതൊരു ജുഡീഷ്യൽ സ്ക്രൂട്ടറിക്ക് പോകുമെന്ന് അറിയുന്നവരാണല്ലോ ഇവരെല്ലാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ പരിമിതികളിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങളല്ലേ ഇവർക്ക് എഴുതാൻ കഴിയുകയുള്ളൂ. ആന്റണി രാജു, തീർച്ചയായും ഇത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇത് അവസാനം ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് പോകും. അതുകൊണ്ട് അതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കാതിരിക്കും
സാധിക്കുമല്ലോ എന്ന ചോദ്യത്തിന് പ്രസക്തി ഇല്ലല്ലോ. ഇവിടെ ജേക്കബ് തോമസ് കഴിഞ്ഞ ദിവസം മനോരമ ചാനലിന് തന്നെ നൽകിയ അഭിമുഖത്തിൽ വലിയ തോതിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നും സാന്നിധ്യം കൊണ്ടും അസാന്നിധ്യം കൊണ്ടുമാണ് താൻ അത് അതിജീവിച്ചത് എന്നും പറയുകയുണ്ടായി. ഇതേ വിൻസെൻ്റ് എം പോൾ തന്നെ എങ്ങനെയാണ് രാഷ്ട്രീയ ഇടപെടൽ വിജിലൻസിൽ ഉണ്ടാകുന്നതെന്ന് പൊതുവേദിയിൽ പ്രസംഗിച്ചു. അപ്പോൾ നമ്മൾ ഈ ഘട്ടത്തെക്കുറിച്ചാണ്, വിജിലൻസ് അന്വേഷണ ഘട്ടത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കണ്ടെത്തൽ തള്ളിക്കളഞ്ഞുകൊണ്ട് രാഷ്ട്രീയമായി നിയോഗിക്കപ്പെട്ട ഒരു നിയമോപദേശകൻ രാഷ്ട്രീയോപദേശം നൽകുന്നു എന്നുള്ളത് വിജിലൻസ് എന്ന ഏജൻസിക്ക് ചീത്തപ്പേരല്ലേ? അല്ല, ഒരിക്കലും അങ്ങനെ ഒരു രാഷ്ട്രീയമായി നിയമിക്കപ്പെട്ട ഒരു നിയമോപദേശകന്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് പോകുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാരല്ല ശ്രീ വിൻസെന്റ് പോൾ എന്നുള്ള ഈ കേസിൽ തന്നെ എഫ്ഐആറിന്റെ സ്റ്റേജിൽ നമ്മൾ കണ്ടതാണല്ലോ. ശ്രീ ശശീന്ദ്രൻ എന്ന് പറയുന്ന വിജിലൻസിന്റെ അഡീഷണൽ ഡെപ്യൂട്ടി ഡയറക്ടർ പിന്നെ ഒരു നിയമോപദേശം കൊടുത്തപ്പോൾ അതിനെ തള്ളിക്കളഞ്ഞവരാണല്ലോ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ. അന്ന് ഈ ശ്രീ സി അഗസ്റ്റിൻ കൊടുത്ത ഈ റിപ്പോർട്ടിനെ എല്ലാവരും നമ്മൾ വാനോളം പുകഴ്ത്തിയവരാണല്ലോ ഇവിടെ ഇരിക്കുന്നവർ. അതുകൊണ്ട് മാത്രമല്ല, ഇക്കാര്യത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഈ കേസിന്റെ അന്വേഷണ ഘട്ടത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നുവെന്ന് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ ഹൈക്കോടതിയിലേക്ക് നിങ്ങൾ വരാമെന്ന് ഹൈക്കോടതി വിധിച്ചിട്ട് മാസം 6 നമ്മോടൊപ്പം പി സി ജോർജ് ടെലിഫോൺ ലൈനിൽ. പി സി ജോർജ്, വിജിലൻസിന് ഇന്നത്തെ സാഹചര്യത്തിൽ ഇതേ ചെയ്യാൻ കഴിയൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയമായി നിയന്ത്രിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് നിർഭാഗ്യവശാൽ വിജിലൻസ്. പക്ഷേ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന വിൻസെൻ്റ് എം പോൾ പ്രമാദമായ ഒട്ടേറെ കേസുകൾ നോക്കിയ സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണെന്ന് ആരും പറയും. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ, പകൽ മുഴുവൻ വെള്ളം കോരിയ ഉദ്യോഗസ്ഥൻ, രാത്രി കലമുടയ്ക്കുമോ? ഞാൻ നികേഷ് പറഞ്ഞതിനൊക്കെ എതിർക്കുക. ഇപ്പോൾ വാദോരാതെ കെ എം മാണിക്കിന്റെ ആർഗ്യുമെന്റ് നടത്തി ആന്റണി രാജു എന്റെ സുഹൃത്താ. എനിക്ക് ആന്റണി രാജുവിനും അറിയാം മാണി കൈക്കൂലി മേടിച്ചെന്ന്. ആർക്കാ തർക്കം? ഞങ്ങൾ രണ്ടുപേർക്കും അറിയാം. പക്ഷെ ഇങ്ങനെ ആർഗ്യ ചെയ്യാൻ പറ്റും. ഒരു വക്കീൽ എന്ന നിലയിൽ ആന്റണി രാജുവിന് ഇങ്ങനെ ആർഗ്യ ചെയ്യാൻ കഴിയും, അത്രേ ഉള്ളൂ. ഇവിടെയുള്ള പ്രശ്നം ഈ വിൻസെന്റ് പോളിനെ പറ്റി വലിയ മഹത്വം പറഞ്ഞ് ഞാനൊന്ന് ചോദിക്കട്ടെ. വിൻസെന്റ് പോളിന്റെ എസ്കത്തി എന്നെ ഒരു കള്ളത്തരമായിരുന്നു ഞാൻ പറഞ്ഞ് തെളിയിച്ചിട്ടുണ്ട്. എസ്കത്തി എവിടെ ഇരിക്കുന്നത്? വിൻസെന്റ് പോളിനെ പോലെ ഭരണകക്ഷിക്കാരന് റാൻ മൂളുന്ന ഒരു IPS ഉദ്യോഗസ്ഥ ഇല്ലെന്ന എന്റെ അഭിപ്രായം. അല്ല, ഈ എസ്കത്തിയും ഇതും തമ്മിലൊന്നും യാതൊരു ബന്ധമില്ല. തെളിവ് ശേഖരിക്കാൻ വേണ്ടി പോലീസ് അങ്ങനെയുള്ള ഉപായങ്ങൾ സ്വീകരിക്കാറുണ്ട് എന്നുള്ളത് മാത്രമാണ് എസ്കത്തിയുടെ കാര്യത്തിലുള്ളത്. മറ്റൊരു വിഷയമാണിത്. അതെ, മറ്റൊരു വിഷയം പറയുന്നത് ഈ പ്രശ്നത്തിൽ എന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം ഇത് പൂർണ്ണമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും മാണിക്കും വേണ്ടിയാ കളിച്ചോണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തെളിവുണ്ട്. ഒരൊറ്റയെണ്ണം പറയാം, അപ്പൊ മനസ്സിലാവും. ഇവിടെ കെ ബാബുവിനെതിരെ FIR ക്വിക്ക് വെരിഫിക്കേഷന് വേണോ എന്നുള്ള ചർച്ച നടക്കുക. അതിന് എറണാകുളത്തുള്ള ഒരു SPയും ഉദ്യോഗസ്ഥന്മാരെയും വെച്ചു. ആ SPക്ക് കൊടുത്ത ഡയറക്ഷൻ എന്നാ DGPയുടെ സർക്കുലർ കൊടുത്തിരിക്കുക എന്താ? ആ SP നേരിട്ട് അന്വേഷണ റിപ്പോർട്ട് DGPക്ക് കൊടുത്താൽ മതി. താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടാകണം ദയവായി. അഡ്വക്കേറ്റ് ഉദയഭാനു, നേരത്തെ ശ്രീ ആന്റണി രാജു പറഞ്ഞതുപോലെ കൈക്കൂലി ചോദിച്ചതിന് തെളിവുണ്ടോ? കൊടുത്തു എന്ന് പറയുന്ന ബിജു രമേശ് പറയുന്ന ആൾ അത് നിഷേധിക്കുകയാണിപ്പോഴും. മാണി എന്ത് സഹായമാണ് ഈ ബാർ ഉടമകൾക്ക് ചെയ്തു കൊടുത്തത്? ആത്യന്തികമായി ഈ വിഷയത്തിൽ ഒരു തീർപ്പുണ്ടാകാതെ ഏത് അന്വേഷണ ഉദ്യോഗസ്ഥനാണ് മാണിക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കണം എന്ന് പറയാനാവുക? ചോദ്യം ആന്റണി രാജുവിൻ്റെതാണ്. ശ്രീ നികേഷ്, ആന്റണി രാജു സാറിന് അറിയില്ലാത്ത കൊണ്ടൊന്നുമല്ല. അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്, പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞതാണ് ഈ കാര്യം. ഇവിടെ ഡിമാൻഡ് ഉണ്ടല്ലോ. ശ്രീ കെ മാണിയാണല്ലോ പണം ആവശ്യപ്പെട്ടത് ബാർ ഉടമകളിൽ നിന്നും. ഇത്ര രൂപ വെച്ച് പിരിച്ച് നിങ്ങൾ തരണം, ഇത്ര രൂപ വെച്ച് നിങ്ങൾ തരണമെന്ന് ആദ്യം ആവശ്യപ്പെടുന്നു. അതനുസരിച്ച് അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ശ്രീ ബിജു രമേശ് അടങ്ങുന്ന സംഘവും അദ്ദേഹത്തിൻ്റെ മറ്റു സുഹൃത്തുക്കളും ചേർന്ന് പണം പാലായിലും പിന്നീട് മന്ത്രിവസതിയിലും കൊണ്ട് കൊടുക്കുന്നു. ഇത് കേസിൻ്റെ തെളിവുകളുടെ നാളുവഴികളിൽ വന്ന കാര്യങ്ങളാണ്. ശ്രീ ആന്റണി രാജു വളരെ വേഗത്തിൽ അതിന് മറുപടി നമ്മൾ കൂട്ടിക്കുഴച്ച് പറയാതെ ഈ പറയുന്ന താങ്കൾ ചോദിച്ച ആ 3 കാര്യങ്ങൾക്കും തെളിവുണ്ട് എന്ന് അഡ്വക്കേറ്റ് ഉദയഭാനു ഉദാഹരണ സഹിതം ചൂണ്ടിക്കാണിക്കുന്നു. ഉദയഭാനു സാർ ഒരു ഉദാഹരണവും പറഞ്ഞില്ല. 350 സാക്ഷികൾ ബാറുടമകളെ ചോദ്യം ചെയ്തതിൽ ശ്രീ ബിജു രമേശ് ഉൾപ്പെടെ ഒരു ബാറുടമ പോലും ഇന്നുവരെ കെ എം മാണി എന്നോട് നേരിട്ട് പണം ചോദിച്ചു എന്ന് ഒരു ബാറുടമ പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല.
ബിജു രമേശ് പോലും പറഞ്ഞത് മറ്റാരോടൊക്കെയോ കെ എം മാണി പണം ചോദിച്ചു, പക്ഷെ അവരാരും തന്നെ ഇന്ന് വരെ തങ്ങളോട് പണം ചോദിച്ചതായി പറഞ്ഞിട്ടില്ല. നമ്പർ 1, പണം ഡിമാൻഡ് ചെയ്തു എന്നുള്ളതിന് ഒരു സാക്ഷി പോലും ഇപ്പോൾ ഇല്ല. 2, പണം കൊടുത്തു എന്ന് ബിജു രമേശ് എണ്ണി പറഞ്ഞ ധനുഷായാലും രാജ്കുമാർ ഉണ്ണി ആയാലും കൃഷ്ണദാസ് ആയാലും ജോൺ കല്ലാട്ടായാലും ഒരാൾ പോലും കെ എം മാണിയുടെ കയ്യിൽ ഞാൻ നേരിട്ട് പണം കൊടുത്തു എന്ന് പറയാൻ 380 ബാറുടമകളിൽ ഒരാൾ പോലും ഇന്ന് വരെ തയ്യാറായിട്ടില്ല. 3, ഇതുവരെ ഇവർക്ക് എന്തെങ്കിലും ആനുകൂല്യം എക്സൈസ് വകുപ്പ് മന്ത്രിയല്ലാത്ത ധനകാര്യമന്ത്രി ഇവർക്ക് ആനുകൂല്യം ചെയ്തുകൊണ്ട് ഒരു ഉത്തരവ് പോലും പുറപ്പെടുവിച്ചില്ല എന്ന് മാത്രമല്ല 418 ബാറുകളും പൂട്ടാനും 730 ബാറുകളും പൂട്ടാനുമുള്ള ശക്തമായ തീരുമാനമെടുത്ത കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാനാണ് ശ്രീ കെ എം മാണി സാർ എന്നുള്ള നിലയ്ക്ക് ഈ 3 കാര്യത്തിൽ PC ആക്ടിന്റെ പെർവ്യൂവിൽ ഒരു കേസെടുക്കാൻ ഒരാളെ പോലും സാക്ഷിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തുടരുക. ബിജു രമേശ് എന്ന് പറയട്ടെ. അങ്ങ് വായിച്ചിട്ടുണ്ടോ? ഇല്ല, ഇവരുടെ തെളിവ് ഇപ്പൊ ആന്റണി രാജു പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ഈ മൊഴികൾ അത്രയും ആന്റണി രാജു വായിച്ചതായിട്ട് തോന്നുമല്ലോ. ഈ സാക്ഷി മൊഴികളും അവരെടുത്ത മൊഴികൾ ഈ ആൾക്കാരുടെ ഈ തങ്കച്ചൻ തൊട്ട് ജോൺ കല്ലാട്ട് തൊട്ട് എല്ലാവരുടെയും മൊഴികൾ വായിച്ച് കാണാൻ ഞങ്ങളാരും പോലും ആന്റണി രാജു വളരെ യുക്തിസഹമായി അത് വിശദീകരിക്കുന്നു എന്നുള്ളത് നമ്മൾ സമ്മതിക്കേണ്ടി വരും. ആനത്തലവട്ടം ആനന്ദൻ ടെലിഫോൺ ലൈനിലുണ്ട്. പക്ഷേ ആനത്തലവട്ടം ആനന്ദൻ വോയിസ് റെക്കോർഡൊക്കെ കൊണ്ട് കളയുക. ഇവിടെ പൈസ കൊടുത്തവൻ കൊടുത്തു എന്ന് പറയുന്നില്ല, അതിനുവേണ്ടി ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടില്ല, ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല, അത്രേ ഉള്ളൂ. ഞാൻ നിങ്ങൾ റിപ്പോർട്ടിൽ ആദ്യമേ തന്നെ പറഞ്ഞതാണ്, ഉടലെടുത്ത് കാണിച്ചാലും വാഴനാരെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എഴുതി തള്ളാൻ തീരുമാനിച്ച ഒരു ഗവൺമെന്റാണ് ഈ അന്വേഷണത്തിന് ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തി. എന്നിട്ട് തന്നെ SP സുകേശൻ അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ ഇതിനാവശ്യമായ സാഹചര്യ തെളിവുകളും നുണപരിശോധനയിൽ ഡ്രൈവർ അമ്പിളി നൽകിയ മൊഴിയും 16 ചോദ്യങ്ങൾ അമ്പിളിയോട് ചോദിച്ചതിനും 13 എണ്ണത്തിനും തൃപ്തികരമായ മറുപടിയാണ് രേഖപ്പെടുത്തിയത്. നിങ്ങളുടെ ചാനലിലെ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു വെളിപ്പെടുത്തലുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി ആദ്യം VM രാധാകൃഷ്ണനോട് സംസാരിക്കുന്നു. VM രാധാകൃഷ്ണനോട് ചോദിക്കുന്നു, ഞാൻ അന്ന് കാശ് വാങ്ങാത്തത് ഗംഭീരമായി അല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ VM രാധാകൃഷ്ണൻ തിരിച്ചു പറയുന്നു, നിങ്ങൾ മാത്രമാണ് വാങ്ങാത്തത്, ബാക്കിയുള്ളവർ മുഴുവൻ വാങ്ങിയിട്ടുണ്ട്. അല്ല, അതെനിക്കറിയാം, പക്ഷേ ഞാനിനി അഥവാ എൻ്റെ കയ്യിലേക്ക് പണം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് വന്നാലും അത് പ്രശ്നമാകുമോ എന്ന്. അതൊന്നും പ്രശ്നമാകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ കാലഘട്ടത്തിൽ താങ്കൾ പറയുന്നു കെ എം മാണിക്ക് പണം കിട്ടിയതായി എനിക്കും ആന്റണി രാജുവിനും അറിയാമെന്ന്. ആ കാലഘട്ടത്തിൽ വലിയ തോതിൽ പണം മറിഞ്ഞു എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ പണവുമായി സ്വാധീന ശക്തിയുള്ള മന്ത്രിമാരുടെ അടുത്തേക്ക് ബാർ ഉടമകൾ പോയി എന്ന് തന്നെയാണ് അത് തെളിയിക്കുന്നത്. അപ്പോൾ ആ ഒരു വെളിപ്പെടുത്തൽ ഈ കേസിൽ പരിഗണിക്കപ്പെടാതെ പോയത് എന്തുകൊണ്ടായിരിക്കും? ഞാനും ചോദിക്കാതാ കേസേ വളരെ വ്യക്തമായിട്ട് ഞാനാണ് ഈ കാര്യം പറഞ്ഞത്. കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ അടുത്ത് കാശും കൊണ്ട് ചെന്നതാണ്. എന്നോട് പറഞ്ഞ ഉണ്ണി തന്നെയാ, വേറെ ആരും അല്ല. ആര് പറഞ്ഞു? ഉണ്ണി തന്നെ എന്നോട് പറഞ്ഞതാണ് ഏപ്രിൽ 28-ാം തീയതി. അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, കുഞ്ഞാലിക്കുട്ടിക്ക് പണം കൊണ്ടു കൊടുത്തു എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരുന്നു താങ്കളോട്? കുഞ്ഞാലിക്കുട്ടി എന്നോട് തുറന്നു സമ്മതിച്ചു. ഞാൻ ചോദിച്ചു, ഞാൻ നികേഷിന്റെ മറവി ഈ റിപ്പോർട്ടർ ചാനലോട് തന്നെ 4 മാസം മുമ്പ് ഞാൻ പറഞ്ഞ കാര്യമല്ലേ ഇത്. കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ അടുത്ത് കാശ് കൊണ്ട് ചെന്നു, ഈ കാശ് മദ്യത്തിന്റെ കാശാണ്, കറാമാണ്, വേണം പറഞ്ഞു വിട്ടെന്ന് ഞാൻ പറഞ്ഞു. ശരിയാ. അപ്പൊ ഒളിക്കുന്ന എന്തിനാ? പിന്നെ വേറെ കാര്യം കൂടി മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനകത്ത് ഈ 5 കോടി വേണമെന്ന് പറഞ്ഞ് മാണി ആർഗ്യുമെന്റ് ഉന്നയിച്ചതാണ് പ്രശ്നമായി. ബാറുകാർക്ക് ഒരു ആനുകൂല്യം കൊടുത്തില്ലെന്ന് ആന്റണി രാജുവിന്റെ ആർഗ്യുമെന്റ് വളരെ പൊളിഞ്ഞു പോകും. കാരണം എന്താന്ന് ചോദിച്ചാൽ, ബാറ് പൂട്ടാൻ വേണ്ടി കാശ് മേടിച്ചു, ബാറ് തുറക്കാൻ വേണ്ടി കാശ് മേടിച്ചു, കുറെ ബാറുകൾ പൂട്ടാതിരിക്കാൻ വേണ്ടി കാശ് മേടിച്ചു, തിരിച്ചും മറിച്ചും 4 വിധത്തിൽ കാശ് മേടിച്ചു. 318 ബാറുകൾ നിലനിൽക്കാൻ വേണ്ടി 418 പൂട്ടാൻ വേണ്ടി. അതൊക്കെ പഴങ്കഥ. ബിജു രമേശ്, ഈ ഞാൻ കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യം കൂടി ചോദിക്കട്ടെ. കുഞ്ഞാലിക്കുട്ടിക്ക് എത്ര പണമാണ് നിങ്ങൾ കൊണ്ടുചെന്ന് കൊടുത്തത്? അല്ല, കൊടുത്തതല്ല, കൊണ്ടു ചെന്നത്. 15 ലക്ഷം രൂപയാണ് തൃശ്ശൂരിൽ നിന്ന് കളക്ട് ചെയ്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് കൊണ്ടുപോയത്. അദ്ദേഹം മേടിച്ചില്ല. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ, കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അതാ കൊണ്ടുപോയത്. കാര്യം പറ്റിച്ചിട്ട് മുഖ്യമന്ത്രി വീട്ടിൽ ചെന്നപ്പോൾ പറയുകയുണ്ടായി, മാണി സാറിനെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോയി കാണാൻ പറഞ്ഞു. അങ്ങനെയാണ് കോട്ടയത്തുള്ള മാണി സാറിന്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് പൈസ 5 കോടി ചോദിക്കുകയും അന്നും 15 ലക്ഷം രൂപയാണ് ടോക്കണായിട്ട് കൊടുത്തത്.
അതിന് അത് കോട്ടയത്തെ അസോസിയേഷൻ പിരിച്ചുകൊണ്ടുവന്ന പൈസയാണ്. അതിനുശേഷമാണ് ഇവർ നേരെ മലപ്പുറത്തേക്ക് പോയത്. മലപ്പുറത്തേക്ക് പോകുന്ന വഴിക്കാണ് തൃശ്ശൂരിൽ നിന്ന് ഈ പൈസയും കളക്ട് ചെയ്തുകൊണ്ട് നേരെ മലപ്പുറത്ത് ചെല്ലുകയും ഈ പൈസ അവിടെ കൊണ്ടുപോയി വെച്ചപ്പോഴത്തേക്കും പറഞ്ഞ് അദ്ദേഹം മേടിച്ചില്ല. ജോസഫ് വാഴക്കൻ ടെലിഫോൺ ലൈനിൽ. അതൊരു വാദം. ശ്രീ ജോസഫ് വാഴക്കൻ, അരുവിക്കരയിൽ UDF തോൽക്കുകയും കോടതിയിൽ ശകാരം കേൾക്കുകയും ചെയ്താൽ UDFന്റെ ട്രൗസർ ഊരിപ്പോവില്ലേ? അത് ട്രൗസർ ഊറേണ്ട വന്നെങ്കിലല്ലേ ഉള്ളൂ. അരുവിക്കര ഞങ്ങൾ തോറ്റെങ്കിലല്ലേ ഉള്ളൂ. അരുവിക്കര വൻ ഭൂരിപക്ഷത്തിനായിരിക്കും ജയിക്കാൻ പോകുന്നത്, ചെറിയ ഭൂരിപക്ഷത്തിനല്ല. ആ ഒരു ട്രെൻഡാണ് ഇപ്പൊ അരുവിക്കര വന്നിരിക്കുന്നത്. പിന്നെ ബാർക്കോളയുടെ കാര്യത്തില് കഴിഞ്ഞ 5-6 മാസമായിട്ട് എല്ലാവരും കൊണ്ടൊന്ന് ആഘോഷിക്കുകയായിരുന്നു, അവിടുന്ന് ഇവിടുന്ന് ചുറ്റുന്ന അരയും മുറിയും വെച്ചോണ്ട്. ഇപ്പൊ യഥാർത്ഥത്തില് കേരളത്തിലെ ഏറ്റവും സത്യസന്ധരായ ഒരു ടീം പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച് അവരതിന്റെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും പരിശോധിച്ച് അതിന് ലീഗൽ ഒപ്പീനിയനും എടുത്ത് അപ്പോ അതിനകത്ത് ഒരു ചാർജ് കൊടുക്കാനുള്ള കാര്യമില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പൊ അവർ തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല അതിന്റെ അന്വേഷണത്തിന്റെ ഓരോ ഭാഗത്തും ഇതൊന്നും റിലേറ്റ് ചെയ്യാൻ കഴിയും. ശരി, അതിന് ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങളിലേക്കാണ് താങ്കൾ തിരികെ പോകുന്നത്. PC ജോർജ്, അരുവിക്കരയിൽ UDF തോൽക്കുകയും കോടതിയിൽ നിന്ന് ശകാരം കേൾക്കുകയും ചെയ്താൽ അത് ശരിയാണ്, അതൊരു പ്രതിസന്ധിയാണ്. പക്ഷേ മറ്റൊരു സാധ്യതയുള്ളത് അരുവിക്കരയിൽ UDF ജയിക്കുകയും കോടതിയിൽ നിന്ന് ഇനി അഥവാ ഒരു നിരീക്ഷണം വരികയാണെങ്കിൽ നിയമത്തിൻ്റെ വഴിക്ക് എന്ന നിലയിൽ ഗവൺമെൻറ് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി ഉണ്ടല്ലോ, അതായത് KM മാണിക്ക് കുറ്റപത്രം നൽകുക, മാണി രാജിവെക്കേണ്ടി വരിക, മാണി അന്നേരം ജോസഫിനെയും കൂടെ കൊണ്ടുപോവുക, മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുക, അങ്ങനെ 4ാം വർഷത്തിൽ മന്ത്രിസഭ താഴെ പോവുക. ആ പണിക്ക് ഞങ്ങളില്ല. ഏത് നികേഷേ, അരുവിക്കരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി 4ാം സ്ഥാനത്താണ്. സാധ്യതകൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. മനസ്സിലായോ? അരുവിക്കര തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കുന്ന പ്രശ്നമില്ല, അത് യാതൊരു തർക്കവും വേണ്ട. അത് ട്രൗസർ ഊരും എന്ന് പറഞ്ഞ കറക്റ്റാണ്. ഇവിടെ ട്രൗസർ ഊരാൻ പോവാ, നികേഷ് പറഞ്ഞാൽ ശരി. പക്ഷെ പിന്നെ കോടതിയുടെ കാര്യം ഇപ്പൊ ഞാനൊന്നും പറയില്ല. കോടതിയിൽ ഇപ്പൊ രണ്ടും പറയുന്ന വക്കീലന്മാരും ജഡ്ജിമാരുള്ള കാലാണ്. പക്ഷെ മാണി കാശ് മേടിച്ചോ എന്ന് ചോദിച്ചാൽ കേരളത്തിലെ 3,31,00,000 ജനം മാണിയുടെ ഭാര്യ ഉൾപ്പെടെ പറയും ഞങ്ങൾ കാശ് മേടിച്ചതാണെങ്കിൽ. അതിനൊന്നും തർക്കം വേണ്ട, ഇതാണ് സത്യം. പിന്നെ ഗവൺമെന്റ് തുടരുമെന്ന് ആ 71 പേരുടെ തുടരും, ഞാനത് കരുതുന്നില്ല. അടുത്ത 30-ാം തീയതിയോടുകൂടി കോൺഗ്രസിന്റെ ഈ ഭരണം അവസാനിക്കുന്നതാണ് ഞാൻ കരുതുന്നത്. നമുക്ക് നോക്കാം, ജൂലൈക്ക് അപ്പുറത്തോട്ട് ഈ ഗവൺമെന്റ് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. ജൂലൈക്ക് അപ്പുറത്തേക്ക് പോകുന്നൊന്നുമില്ല. ശ്രീ ആന്റണി രാജു, താങ്കളാണെന്ന് രാവിലെ പറഞ്ഞത് ഈ PC ജോർജിനെ പുറത്താക്കാൻ പോവുകയാണോ എന്ന്. അങ്ങനെയാണ് 72 എന്ന് പറഞ്ഞാൽ അരുവിക്കര വളരെ പ്രധാനപ്പെട്ടതാവുകയാണ്. മൂത്രമൊഴിക്കാൻ പോകാൻ കഴിയില്ല എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ശരിയാവുകയാണ് ആഫ്റ്റർ അരുവിക്കര. നികേഷ്, ഈ PC ജോർജ് ഈ ഏപ്രിൽ 17-ാം തീയതി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത് വരെ എന്നേക്കാൾ വളരെ ശക്തമായി KM മാണി കോഴ വാങ്ങിച്ചിട്ടില്ല. ഈ ബിജു രമേശിനെ പൂരെ തെറി പറഞ്ഞു നടന്നതാ. ബിജു രമേശ് എന്തെല്ലാമാ പറഞ്ഞത്, ഞാനൊന്നുകൂടെ ആവർത്തിക്കുന്നില്ല. ഇപ്പൊ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടതിന് ശേഷമാണ് ശ്രീ ബിജു രമേശ് പിന്നെ ശ്രീ KM മാണി പണം വാങ്ങിച്ചൊന്ന് PC ജോർജ് പറയുന്നത്. ഞാൻ നടപടിയെ കുറിച്ച് ഞാൻ പറയാം. ശ്രീ PC ജോർജ് MLA സ്ഥാനവും കൊണ്ട് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകില്ല. MLA അല്ലാത്ത PC ജോർജിനെ ആയിരിക്കും കേരള കോൺഗ്രസ് പാർട്ടി പുറത്താക്കുന്നത്. കാരണം ഇന്നത്തെ നിയമമനുസരിച്ച്, കൂറുമാറ്റ നിയമമനുസരിച്ച് ഒരു MLA സ്വയം രാജിവെച്ചാലോ സ്വന്തം പ്രവൃത്തിയിലൂടെ പാർട്ടി വിട്ടുപോയി എന്ന് തെളിഞ്ഞാലോ ആ MLAയുടെ സ്ഥാനം പോയി എന്ന് ബാലകൃഷ്ണപിള്ള സാറിന്റെ കേസിൽ തന്നെ തെളിഞ്ഞിട്ടുണ്ട്. ഇവിടെ സസ്പെൻഷന് ശേഷം കഴിഞ്ഞ 2 മാസക്കാലമായി ശ്രീ PC ജോർജ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ സ്വന്തം പ്രവൃത്തിയിലൂടെ പാർട്ടി വിട്ടുപോയി എന്നുള്ളതിന്റെ തെളിവുകളുടെ കൂമ്പാരങ്ങളാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ ശ്രീ കേരള കോൺഗ്രസ് പാർട്ടിയുടെ MLA സ്ഥാനം പാർട്ടിയുടെ കയ്യിലിരിക്കും. വെറും PC ജോർജ് ആയിരിക്കും ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുക. അതിനുള്ള നടപടികളാണ് എടുക്കുന്നതിനെ കുറിച്ച് കേരള കോൺഗ്രസ് പാർട്ടി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പാർട്ടി വിരുദ്ധ പ്രവർത്തനം, പാർട്ടി സ്വന്തം പ്രവൃത്തിയിലൂടെ പാർട്ടി വിട്ടു പോകുന്നത് എപ്പോഴാണ്? 2 മാസക്കാലമായി അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സ്വന്തം ഒരു പാർട്ടി, ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ഒരു മുന്നണി ഉണ്ടാക്കി
കളക്ടറുടെ മുമ്പിൽ പോയിരുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് നോമനിർദ്ദേശ പത്രിക കൊടുത്തു. ഇതെല്ലാം സ്വന്തം പ്രവൃത്തിയിലൂടെ പാർട്ടി വിട്ടുപോയെന്ന് തെളിയിക്കുന്ന പ്രവൃത്തികളാണ്. ശരി, അതുകൊണ്ട് നിർത്തി. ആന്റണി രാജു കേരളത്തിൽ തന്നെയാണോ താമസിക്കുന്നത്? ആന്റി കറപ്ഷൻ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറയുന്നത് മാണിയുടെ അനുവാദത്തോടുകൂടി തന്നെ ഞാൻ ഉണ്ടാക്കിയതാണ്. മാണിയുടെ പാർട്ടിയുടെ വൈസ് ചെയർമാൻ ആയിട്ട് ഇരുന്നുകൊണ്ട് ഉണ്ടാക്കി. അല്ല, അതിന്റെ വിശദാംശം ഒന്നും ആവശ്യമില്ല. MLA ഇല്ലാത്ത PC ജോർജിനെയാണ് കേരള കോൺഗ്രസ് എം പുറത്താക്കാൻ പോകുന്നത്. എന്റെ പൊന്ന് നികേഷേ, വല്ല വിവരക്കേടും വല്ലതും പറഞ്ഞ അതിന്റെ പുറകെ പറയാതെ ഈ രാജ്യത്ത് കോടതിയുണ്ട്, ഞാൻ നോക്കിക്കോളാം. മനസ്സിലായി? ഞാൻ സ്പീക്കർക്ക് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്തിന് മറുപടി കിട്ടുമ്പോൾ ഞാൻ അതിന് ബാക്കി കാണിച്ചു തരാം. എന്താണ് അത് കത്ത്? കത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്പീക്കർ കൊടുത്ത കത്ത് സ്പീക്കർ തന്നെ അതിന് മറുപടി തരട്ടെ. അപ്പോ അത് ആന്റണി രാജു സ്പീക്കറായിട്ട് ഇരുന്നാലെ കൈകോളത്തിനെ കാണിക്കുന്നേ, അല്ലാതെ ഇപ്പൊ വിധി പുറപ്പെടുവിക്കേണ്ട സ്പീക്കറാണ് കേട്ടോ. മനസ്സിലായോ? ഞാനും ആന്റണി രാജു ഒരുമിച്ചിരുന്നോണ്ട് മാണിയുടെ കൈക്കൂലിയെ പറ്റി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മാണി കാശ് മേടിച്ച് നമുക്ക് രണ്ടുപേർക്കും. എന്താണ് ആന്റണി രാജു പറഞ്ഞത്? അപ്പോ താങ്കളും ആന്റണി രാജു അത് ചർച്ച ചെയ്യുമ്പോ ഞങ്ങൾ ആന്റണി രാജു ഇതുപോലൊരു കള്ളനുണ്ടോ എന്ന് ആന്റണി രാജു എന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഞാൻ പറഞ്ഞാൽ കൂട്ടില്ല. ഇന്ന് രാവിലെ പോലും ആന്റണി രാജു ഇത് തന്നെ ഒരിക്കലും PC ജോർജ് അടിസ്ഥാനരഹിതമായ പച്ച കള്ളം ഈ കമ്മിറ്റിയിൽ പറയരുത്, ഈ ചർച്ചയിൽ പറയരുത്. ഒരു കാലഘട്ടത്തിലും ആന്റണി രാജു അങ്ങനൊന്നും പറയണ്ട. ഞാൻ മനസ്സിലായില്ലേ? ആന്റണി രാജു PC ജോർജ് ഈ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത് വരെ KM മാണി പരിശുദ്ധനാണ്. KM മാണി കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല, KM മാണി കോഴ വാങ്ങിച്ചിട്ടില്ല, ഈ ബിജു രമേശ് കള്ളനാണ് എന്ന് പറഞ്ഞയാളാണ് ശ്രീ PC ജോർജ്. നിങ്ങൾ എന്താ മറുപടി പറഞ്ഞത്? ആന്റണി അറിയാമല്ലോ. ആന്റണി ഞാൻ ഈ കമ്മിറ്റിയിൽ പോകുന്നത് കള്ളക്കൂട്ടമാണ്. ഈ പാർട്ടിയോടൊപ്പം ഞാൻ ഇല്ലെന്ന് മസ്കറ്റിൽ നിന്ന് ഇറങ്ങാൻ പോയപ്പോ ആന്റണിയുള്ള ചാടിയെത്ത് DC പോകരുതേ എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. നിങ്ങളെല്ലാം പറഞ്ഞോണ്ട് മര്യാദ കൊണ്ടല്ലേ ഞാൻ പാർട്ടിക്കത്തിരുന്നത്. വർത്തമാനം പറയുന്നു. ആന്റണി അങ്ങനൊന്നും പറഞ്ഞ് എളിയണ്ട. മനസ്സിലായോ? കണക്ക് വേണ്ടേ? ശരി, ആന്റണി രാജു പറയട്ടെ. കേരള ജനസമൂഹത്തോട് 6 മാസക്കാലം KM മാണി കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല എന്ന് ശക്തമായി ചാനലുകളിലൂടെ അഭിപ്രായം പറഞ്ഞ ആളാണ് ശ്രീ PC ജോർജ്. പേടിയുള്ളവനുമല്ല. നമുക്ക് നേരിട്ട് കളയാം. കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലേക്ക് അരുവിക്കരയിലോട്ട് തന്നെ പോവാന്നേ. ഒരു നിയമോപദേശം കൂടി തേടിക്കൊള്ളുന്നു. അഡ്വക്കേറ്റ് ഉദയഭാനു, താങ്കൾ ഹൈക്കോടതിയിലെ ലീഡിംഗ് അഡ്വക്കേറ്റ് ആണല്ലോ. കൂറുമാറ്റ നിരോധന നിയമത്തിന് ശേഷം, രാജീവ് ഗാന്ധി കൊണ്ടുവന്ന കൂറുമാറ്റ നിരോധന നിയമത്തിന് ശേഷം നിയമസഭയ്ക്കകത്തെ പ്രവർത്തനത്തിൽ വിപ്പ് ലംഘിച്ചാൽ മാത്രമേ അംഗത്വം നഷ്ടപ്പെടൂ എന്നുള്ളതാണോ പുതിയ നിയമം? അതിനനുസരിച്ച PC ജോർജ് ഇതുവരെ വിപ്പുകൾ അംഗീകരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് നിയമസഭയ്ക്കകത്ത്. പുറത്ത് അഴിമതി വിരുദ്ധ മുന്നണിയെന്നോ അല്ലെങ്കിൽ വേറെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്നതൊക്കെയോ ചൂണ്ടിക്കാണിച്ച് സ്പീക്കറോട് PC ജോർജിനെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെടാൻ കേരള കോൺഗ്രസ് എമ്മിന് കഴിയുമോ? കേരള കോൺഗ്രസ് എം അപ്രകാരം ഒരു ആവശ്യം ഉന്നയിച്ചാൽ നിയമപരമായി അത് നിലനിൽക്കുകയില്ല. കാരണം ശ്രീ PC ജോർജിനെ സംബന്ധിച്ച് അദ്ദേഹം വിപ്പ് ചീഫ് വിപ്പ് ആയിരുന്ന സമയത്തും നിയമസഭാ അംഗമെന്ന നിലയിൽ സഭയ്ക്കകത്തുള്ള പ്രവർത്തനത്തിലും വിപ്പ് ലംഘിച്ചു എന്ന് നാളിതുവരെ ഒരു ആക്ഷേപം അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതാക്കന്മാരോ പ്രവർത്തകരോ ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് മറ്റൊരു സംഘടന, അദ്ദേഹം മുൻകാലത്ത് തന്നെ ചീഫ് വിപ്പ് എന്ന നിലയിൽ പ്രവർത്തിച്ചു വരുമ്പോഴും കേരള കോൺഗ്രസിൻ്റെ വൈസ് ചെയർമാൻ എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോഴും ഉണ്ടായിരുന്ന അതേ സംഘടനയുടെ ഒരു ഭാഗമെന്ന നിലയിലാണ്. ആ സംഘടനയ്ക്ക് ഒരു രാഷ്ട്രീയ സ്വഭാവം അത് പൂർണ്ണമായിട്ടും കൈവന്നിട്ടില്ല. അതൊരു സാംസ്കാരിക സംഘടന, അഴിമതി വിരുദ്ധ ഒരു സ്വഭാവമുള്ള സംഘടന എന്ന നിലയ്ക്കാണ് അത് പ്രവർത്തിക്കുന്നത്. ഗവൺമെന്റിന്റെ ഹിതപരിശോധന മാത്രമല്ല, വിജിലൻസിലൂടെ ഗവൺമെന്റ് നടത്തുന്ന നടപടികളിലൂടെ ഇടപെടലുകളുടെ കൂടി ഹിതപരിശോധനയായിരിക്കും അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ്. ബിജു രമേശ്, അഡ്വക്കേറ്റ് ഉദയഭാനു, ആന്റണി രാജു, ജേക്കബ് ജോർജ്, ജോസഫ് വാഴക്കൻ, PC ജോർജ്, നന്ദി. ഒപ്പം തന്നെ ആനത്തല വട്ടമാനന്ദൻ, നന്ദി ഈ ചർച്ചയിൽ ഇടപെട്ടതിന്.